തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഗോഡൌണിലെ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് 10 കോടിയിലധികം രൂപയുടെ മദ്യമെന്ന് പ്രാഥമിക നിഗമനം. 45,000 കേസ് മദ്യം നശിച്ചെന്ന് ബെപ്കോ CMD ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു. തീപിടുത്തത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് ഗോഡൌണിന് തീപിടിച്ചത്. 45,000 കേസ് മദ്യമാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. 20ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒരേ സമയം പരിശ്രമിച്ചാണ് തീ അണച്ചത്. അപകടമുണ്ടായ കെട്ടിടത്തിന് സമീപമാണ് ട്രാവൻകൂർ ഷുഗർ ഫാക്ടറി. ലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സ്പിരിറ്റ് ടാങ്കുകളുടെ ഭാഗത്ത് തീ പടർന്നിരുന്നെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി ഇനിയും ഉയരുമായിരുന്നു. 8-10 ആയപ്പോഴാണ് ഈ സംഭവം കണ്ടത്. എൻ്റെ കടയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് അവിടുന്ന് ലോറി ഡ്രൈവർമാർ 3-4 പേര് ഇങ്ങോട്ട് ഓടി വരുന്നത് കണ്ടു. അന്നേരം അവർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അന്നേരം തന്നെ ഞാൻ ഇവിടുന്ന് ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുക കാണുന്നത്. അവിടെ അത്രയിടം പുക മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആളി കത്താൻ തുടങ്ങിയത്. ഫയർഫോഴ്സുകാർ 10 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സുകാർ ഇവിടെ എത്തി. 10 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ബെപ്കോ CMD ഹർഷിത അട്ടല്ലൂരി. 5 മുതൽ 10 കോടി വരെ ഒരു നഷ്ടമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു എസ്റ്റിമേറ്റ്. ഇപ്പം ഞങ്ങളൊരു എൻക്വയറി നടത്തും. പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിയുടെ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ വന്നതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ആന്റണി MP ആരോപിച്ചു. തീപിടുത്തത്തിൽ പോലീസും ഫയർഫോഴ്സും അന്വേഷണം ആരംഭിച്ചു. നിലവിൽ ആരെയും പ്രതി ചേർക്കാതെയാണ് FIR. 24 പത്തനംതിട്ട.